ഇതാ പിന്നെ അത് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതാ ഈ കുഴി നമ്മൾ ഒരു 6 മാസം അതേ രീതിയിൽ മൂടി വയ്ക്കുകയാണ്. കീടിയിലും വളം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതാ കുറച്ചെടുത്തിട്ട് നമ്മുടെ മുളക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതവിടെ വേറെ രീതിയിൽ ഇട്ട് കൊടുത്താൽ നല്ല വളമായി കിട്ടും. നമ്മുടെ വേസ്റ്റൊന്നും കാണാനില്ല. കുഴിയൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്. വേസ്റ്റൊക്കെ മണ്ണായി മാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇതേ ബക്കറ്റിൽ 6 മാസത്തോളം 100 കണക്കിന് ബക്കറ്റ് വേസ്റ്റ് ഇട്ട സ്ഥലമാണ്. ഇപ്പോൾ കംപ്ലീറ്റ് മണ്ണായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി കുറച്ച് ലോങ് പരിപാടിയാണ് കേട്ടോ. നമ്മൾ ഇതാ ഈ കുഴിയിൽ വേസ്റ്റ് നമ്മുടെ ഷോപ്പിൽ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കണ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ കുഴിയിൽ തന്നെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ട് നമ്മളൊരു 6 മാസത്തോളം ഈ കുഴിയിൽ ഇതേ രീതിയിൽ വളമിട്ട് കൊടുക്കുന്നുണ്ട്, വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തൊരു കുഴിയുണ്ട്, അത് മൂടിയിട്ടിട്ട് ഇതാ ഏകദേശം 6 മാസമായി. അതിൽ വളം ഇടാതെ അതിൽ വേസ്റ്റൊന്നും ഇടാതെ കിടക്കുകയാണ്. അപ്പോൾ തുരപ്പന്മാരുടെ ശല്യം നല്ലോണ്ട്. അപ്പോൾ ആരും മുന്നേ കമൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ തുരപ്പന്മാർ നല്ല കയറി ഇറങ്ങിയിട്ടുണ്ട്. മണ്ണൊക്കെ നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്താൽ മണ്ണും ഇതൊക്കെ അവരാണ് ബാക്കി അവർ തിന്നുന്നുണ്ട്. അപ്പോൾ ചിലവ് ചുരുക്കിയ പരിപാടി എന്നുള്ളതൊക്കെ നമ്മൾ അതിൽ റിങ്ങൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. റിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി സേഫ്റ്റി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ റിങ് വെച്ച് കൊടുക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇന്നിപ്പോൾ ഇതിൻ്റെ ഇത് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതേ രീതിയിൽ നമ്മൾ ഷോപ്പിൽ ഒരു ബക്കറ്റ് വേസ്റ്റൊക്കെ ഒരു ദിവസം ഉണ്ടാവും. അങ്ങനെ മാസങ്ങളോളമുള്ള വേസ്റ്റ് നമ്മൾ വഴിയിലോ മറ്റുള്ളൊന്നും കളയാതെ നമ്മളെന്തായാലും ഒരു കുഴിയിൽ കൊടുത്തിട്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള. ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് പല പ്രാവശ്യം ഇട്ട് വെച്ചിട്ട് അടച്ചു വെച്ചതാണ്. ഇത്ര വേസ്റ്റ് ഇട്ടാലും ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ തുറപ്പന്മാരും കൂടി ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് അടിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നാളെ വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ കണ്ട രീതിയിലാവും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടിയൊക്കെയാണ് ചെയ്യണത്. ഇങ്ങനെ മൂടി വെച്ചു. ഇനി ഇപ്പം ഇതേ രീതിയിൽ ചെയ്തത് ഒരു 6 മാസം മുന്നേ അടച്ചു വെച്ചതാണ്. സംഗതി ഇപ്പോൾ 2 ദിവസം മഴ പെയ്തുകൊണ്ട് ചിലപ്പോൾ ഈർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത. എന്തായാലും തുറന്നിട്ട് നോക്കാം, സ്ലാബ് പൊക്കണം. അപ്പം നമ്മുടെ ബായി ഒരാറിഞ്ഞിൻ്റെ ഹെൽപ്പിന് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വളമാണോ മണ്ണാണോ എന്താ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതാണ് ഇന്നത്തെ പരിപാടി. വാ, അപ്പോൾ നമ്മുടെ ഇന്ന് ഹെൽപ്പിന് നേരത്തെ പറഞ്ഞ ഷറഫുദ്ദീൻ ഭായി വന്നിട്ടുണ്ട്. ഷറഫുദ്ദീൻ ഭായി ഉപ്പർ വീഡിയോ നാടവിടെ സ്ഥലം കൽക്കത്ത. ആ പശ്ചിമ ബംഗാൾ കൽക്കത്തയിലുള്ള നമ്മുടെ അടിപൊളി പണിക്കാരനാണ്. ഇവിടെ നമ്മളിപ്പോൾ ഇത് ഇന്ന് സ്ലാബ് പൊക്കിയിട്ട് എന്തൊക്കെ ഉള്ളത് നോക്കാം. നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഇപ്പം ഇന്ന് സൈസാക്കാൻ പോവുകയാണ്. അപ്പോൾ പാലൂറുള്ള മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം സ്ലാബിൻ്റെ. ഈ കുഴി നമുക്ക് നിറഞ്ഞു വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ കുഴി പൊക്കുന്നത്. അപ്പോൾ തുരപ്പൻ്റെ ശല്യം വേലിയുടെ ശല്യമൊക്കെ ഉണ്ട്. എന്നാലും കൂടിയിട്ട് നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളത്. തുരപ്പം 4 വഴിക്കൊന്നും വന്നിട്ടുണ്ട്. പന്നികൾ പിന്നെ അവിടെയൊക്കെ വന്ന് മാന്തിയൊക്കെ പരിശ്രമിച്ചിട്ട് പോവുക മാത്രമേ ഉള്ളൂ. തുരപ്പന്മാർ ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല കുഴിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പൊക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ തുരപ്പന്മാരൊക്കെ വരാതിരിക്കണമെങ്കിൽ നമുക്ക് ചുറ്റും റിങ് ഇട്ട് കൊടുക്കാം. അന്ന് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ എന്നുള്ള പറഞ്ഞ സംഭവം ചെയ്തായിരുന്നു. എത്ര വേസ്റ്റ് ഉണ്ടായാലും നമുക്ക് വഴിയിലൊന്നും ഇടാതെ വളാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിൽ മൂടി ആദ്യം അങ്ങോട്ട് മാറ്റി കൊടുക്കാം. മണ്ണ് ഫുള്ളായിട്ടുണ്ട്. അല്ല ഇതേ രീതിയിലാണ് മണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണ്ണിടുന്ന പണി എലികൾ കഴിച്ചിട്ടുണ്ട്, വളർന്ന പണി നമ്മളും ചെയ്തിട്ടുണ്ട്. പൊക്കിയോട്ടെ പൊങ്ങുന്നുണ്ട്. വേണ്ട മതി. ൂട്ടാക്കാർക്ക് വാഴമേടാ പിടിച്ചട്ടാ എടുത്തട്ടാ. അപ്പൊ ഇതാ പൊക്കാൻ പോണ്. പൊങ്ങി കിട്ടിയതിന് അയ്യോ ഇതാണ് സംഭവം. കോളം മണ്ണൊക്കെ കൂടി നല്ല മിക്സ് ആയിട്ട് നമുക്ക് കോരി എടുത്ത് നോക്കാം. കോരി എടുത്തിട്ട് എന്താ ലെവല് നോക്കട്ടെ. ഇതാണ് കണ്ടീഷൻ. മണ്ണ് നമ്മൾ എലികൾ പറഞ്ഞ മണ്ണ് നിറച്ചിട്ടുണ്ട്, നമ്മൾ വളം ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടി നല്ല വളമാണ് കേട്ടോ. കോരിയിട്ട് ഇങ്ങോട്ട് മാറ്റാണ്. അതൊന്ന് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. മണ്ണുമായി വളമായി ഇതേ രീതിയിൽ കോരി എടുത്തിട്ട് നോക്കാം. എത്ര കുഴിയുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാം. साइड का मट्टी है ना पूरा फुल हो गया. हाँ एली एली मतलब पोस्ट करना में तो वायरल नीचे नहीं उधर उधर डालो, वो बाद में निकलेगा. बाद में ग्रो बैग है ना, ग्रो बैग में डाल के तो ചെടി रखना चाहिए. വീഡിയോ വൈറൽ വീഡിയോ. ഇതുവരെ നമ്മൾ കളച്ചിട്ടും 6 മാസമായിട്ടുള്ള വേസ്റ്റ് ഒന്നും കാണാനില്ല. കുറെ മുട്ടത്തൊണ്ടൊക്കെ വിൽക്കാതെ എടുക്കേണ്ടതുള്ളൂ. അതിൽ അത്രയും തുരപ്പന്മാർ വന്നിട്ട് മണ്ണ് കൂട്ടിയിരിക്കണതിൽ ഇനി വേസ്റ്റ് അടിയിലുണ്ടോ നോക്കാം. നല്ല മണ്ണ് നല്ലൊരു കുഴിയിൽ നമ്മൾ നേരത്തെ കാണിച്ച ഒരു വേസ്റ്റ് ഇട്ട സംഭവമാണ്. ഇപ്പോൾ ഒരു മണ്ണായി മാറിയിട്ടുണ്ട്.
ठीक है ഒന്നും ആയിട്ടില്ല, ഇവിടുത്തെ എത്തിയിട്ടില്ല. പോയിക്കോട്ടെ, കുഴപ്പമില്ല. ആ നാരകത്തിൻ്റെ വേര് നമ്മുടെ ഈ കുഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ലോങ്ങിൽ നാരകത്തിൻ്റെ വേരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ സീഡ്ലെസ് ലെമൻ്റെ വേരാണിത്. നമ്മുടെ വേസ്റ്റ് ഒന്നും കാണാനില്ല. കുഴിയൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്. വേസ്റ്റൊക്കെ മണ്ണായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിതൊന്നും എന്താ സംഭവം എന്ന് അറിയില്ല. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇതേ ബക്കറ്റിൽ 6 മാസത്തോളം 100 കണക്കിന് ബക്കറ്റ് വേസ്റ്റ് ഇട്ട സ്ഥലമാണ് ഇപ്പോൾ കംപ്ലീറ്റ് മണ്ണായി മാറിയിട്ടുണ്ട്. ഒരു മണ്ണ് മാത്രമേ ഉള്ളൂ. മണ്ണ് എരികളിട്ടാണ് എന്നാലും കൂടിയിട്ട്. അപ്പോൾ ഇതൊക്കെ അടിപൊളി വളമായിട്ടുള്ള മണ്ണാണ് കേട്ടോ. അതൊക്കെ ഇതിലൊക്കെ നമ്മൾ എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളം മണ്ണൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള സംഭവം എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ മാറിയിട്ട്. അപ്പോൾ അത്രയും മണ്ണാണ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കുഴി ഏകദേശം എൻ്റെ കത്താറായിട്ടുണ്ട്. അത്രയുണ്ട്. അടിയിൽ നിന്ന് കുറച്ചിതാ ഇതാണ് സംഭവം. കുറേച്ച് വേസ്റ്റ് വരുന്നുണ്ട്. ദ്രവിച്ച് നല്ല സെറ്റപ്പായിട്ടുണ്ട്. മുകൾ ഭാഗത്ത് മുഴുവൻ മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അടിയിലേക്ക് നമുക്ക് നമ്മുടെ വേസ്റ്റൊക്കെ ഇട്ട് ദ്രവിച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലേ, നല്ല അടിപൊളി കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട്. നല്ല ഉണക്കം വരുമ്പോൾ നല്ല 2 ദിവസം മഴ പെയ്ത് പോലും നനവും തട്ടിയിട്ടില്ല. അത് അതേ രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ചിലവൊന്നുമില്ല. നമ്മുടെ ഷോപ്പിലെ മാസങ്ങളോളമുള്ള വേസ്റ്റ് നമ്മൾ വളരെ ഈസി ആയിട്ട് വളാക്കിയെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് എങ്ങനെ എടുക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് എടുക്കാം. ഒരൊറ്റ കുഴപ്പമുള്ളൂ, എലിയുടെ തുരപ്പൻ്റെ ശല്യമുണ്ട്. അത് ഒന്നും കണ്ടില്ലാന്നൊക്കെയാണ് വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അതല്ലാത്തവർക്ക് റിങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ട് എത്ര വേസ്റ്റ് ഉണ്ടായില്ല നമ്മൾ വഴിയിലോ മറ്റുള്ളൊന്നും ഇടാതെ ക്ലിയർ ആയിട്ട് വളാക്കി എടുക്കാൻ പറ്റും. അതേ രീതിയിൽ ഒരു നിധി കിട്ടിയിട്ടാ. നമ്മൾ പണ്ട് പോത്തുംകാല് സൂപ്പ് ഉണ്ടാക്കിയതിൻ്റെ വേസ്റ്റ് കൊടുത്തിട്ടായിരുന്നു. ദ്രവിച്ചിട്ടും കാര്യമായിട്ടൊന്നുമില്ല. അതേ രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബായ് കംപ്ലീറ്റ് കോരി ഒക്കെ റെഡിയാക്കി വളം മുകളിലായി കുഴി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്ലാബ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതേപോലെ തന്നെ വേസ്റ്റ് ഇട്ട് കൊടുത്ത് അത്രയും കുഴിൻ്റെ ഏകദേശം ഒരു 3-3.5 അടി താഴ്ചയുള്ള കുഴിയാണ്. അപ്പോൾ ആർക്കും ഇതുപോലെയൊക്കെ പരീക്ഷിക്കാം. വലിയ ചിലവൊന്നും ഒരു കുഴി എടുക്കുക, ഒരു സ്ലാബ് വാങ്ങിക്കുക, വേസ്റ്റ് കൊടുത്തിട്ട് അടച്ചു വെക്കുക. അത്രയും സംഭവമുള്ളൂ. വന്നു गिरेगा नहीं नहीं गिरेगा बस। हाँ वाह 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 थोड़ा 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 तो मुश्किल नहीं है। मुश्किल नहीं है। ये थोड़ा ज़्यादा हो गया। पैकिंग कर देगा बाद में मक्खी है ना नीचे नहीं जाएगा मालूम। हाँ चाक चाहिए। हाँ हाँ चाक അപ്പോൾ എലി വരില്ല അല്ലേ? അപ്പോൾ നമ്മുടെ കുഴിയിൽ സ്ലാബൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി. ഇനി അതിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ അടപ്പ് മാറ്റിയിട്ട് ഈ അടപ്പിനെടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ വേസ്റ്റ് ഇട്ട് കൊടുത്ത കുഴിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് തുറന്നപ്പോൾ കണ്ടത്. പിന്നെ അത് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ കുഴി നമ്മൾ ഒരു 6 മാസം അതേ രീതിയിൽ മൂടി വയ്ക്കുകയാണ്. അതിന് വളം അതിൻ്റെ ശേഷം നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ കിടിലം വളം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മുടെ മുളക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതവിടെ വേറെ രീതിയിൽ ഇട്ട് കൊടുത്താൽ നല്ല വളമായി കിട്ടും. ഇന്ന് നമ്മുടെ ഹെൽപ്പിനുണ്ടായിരുന്നത് നമ്മുടെ ഷിയാബുദ്ദീൻ ഭായിയാണ്. അപ്പോൾ കംപ്ലീറ്റ് സെറ്റാക്കി അടിപൊളിയായിട്ട് കുഴിയൊക്കെ വാരി മുകളിലിട്ട് സംഭവം അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും എന്നാൽ ബൈ ബൈ ബൈ.